ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് നിൽക്കുന്നത് എറണാകുളത്ത് 30 കിലോമീറ്റർ അകലാണ്. ഒച്ചരിക്കൽ ഗുഹ കാണാൻ വന്നതാ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. ഈ സ്റ്റെപ്പിൽ കൂടെ താഴത്തൂടെ പോണം. ഈ ഗുഹ കണ്ടപ്പോൾ പെട്ടെന്ന് ഗുണാക്കിയ ഓർമ്മ വന്ന്. എനിക്ക് ചെറിയൊരു പേടിയുണ്ടായി. ഇന്നെല്ലാം സെറ്റായി. പണ്ടത്തെ രാജാക്കന്മാരുടെ പടയോട്ട കാലത്ത് അവർ ഒളിച്ചിരുന്ന സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ 1000 ഒളിപ്പിച്ച് വെച്ച സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. വലിയ ചീരിമരങ്ങളാണ് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നീറോ വരുന്നുണ്ട്. നല്ല വെള്ളമാണ്. ഈ വെള്ളത്തിൽ മീനൊക്കെ ഉണ്ട് കേട്ടാ. ഈ വെള്ളം ഒഴുകിയത് ഒരു ചെറിയിലേക്ക് എത്തും. മഴക്കാലത്ത് ഇവിടെ നല്ല വെള്ളമാവും. ഈ ചെറിയിൽ നമുക്ക് ഇറങ്ങി കുളിക്കാത്താ. മരത്തിന്റെ വേരുകൊണ്ട് പാമ്പ് പോലെ ചുറ്റേക്ക കണ്ട ശരിക്കും ഒന്ന് പേടിയാവും. ഞാനും അമ്മും ഈ വെള്ളത്തിൽ കുറെ നേരം കളിച്ചു. മഴക്കാലത്ത് ഈ ഗുഹയുടെ മുകളിൽ കൂടെ വെള്ളച്ചാട്ടം ഉണ്ടാവും. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നാലൊന്നും പുറത്തേക്ക് കാണില്ല. അപ്പം ആ വെള്ളത്തിൽ കുളിക്കാൻ നല്ല രസമാണ്. ഒരു ചീനിമരത്തിൻ്റെ വലിപ്പം കണ്ട. ഇത് ഏറ്റവും ചെറിയ മരമാണ് ഇവിടുത്തെ. ഇതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം വരുന്നുണ്ട. ഇത് നേരെ ചെറിയിലേക്ക് ഒഴുകിയെത്തും. ചേട്ടന്മാര് ഗുഹയുടെ ഉള്ളിലേക്ക് കഷ്ടപ്പെട്ട് കയറുന്നുണ്ട. കയറാൻ നല്ല ബുദ്ധിമുട്ടില്ല, പക്ഷെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. കാല് സ്ലിപ്പാവും. ഈ വെള്ളത്തിൽ നല്ല ഉരുണ്ട കല്ലുണ്ട്, പിന്നെ മീനുണ്ട്. ഇവിടെ ഒരു മരം വീണെടുക്കുന്നുണ്ട്. അവിടെ ഇരിക്കാൻ പറ്റൂട്ടാ. ആ ഗുഹയുടെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിരിക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുത്താൽ ഭയങ്കര ഭംഗിയാ. അമ്മുന് അതിൻ്റെ ഉള്ളിൽ കയറിയ
നോക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കുഞ്ഞ് സമ്മതിച്ചില്ല. കുഞ്ഞ് ഭയങ്കര പേടിയാ. അതിൻ്റെ ഉള്ളിൽ വല്ല പെട്ടാലോ? പണി പാളും മോനെ. ആ ചേച്ചി കയറിയിട്ടേ ഇറങ്ങാൻ ഭയങ്കര പാടായി. എന്നിട്ട് എല്ലാവരും കൂടി പിടിച്ച് ഇറക്കി. ഇവിടെ കുറേ നേരം ഇരുന്ന് വെള്ളത്തിൽ കളിച്ച് കുറേ നേരം ഇവിടെ ഇരിക്കാം. ഇവിടെ നല്ല തണുപ്പാ. എല്ലാവർക്കും ഇഷ്ടമായി ഈ സ്ഥലം. ഇനി ഞങ്ങളുടെ യാത്ര അടുത്ത ഫോറസ്റ്റ് ഏരിയയ്ക്ക്.